വെൽക്കം ടു Xylem ലേണിംഗ്. മക്കളെ, അമൃത മിസ് ആണ്. അപ്പോൾ മക്കൾക്കൊക്കെ അറിയാം നമ്മുടെ ഓണം എക്സാം ഇങ്ങ് എത്താറായില്ലേ. അപ്പോൾ ഓണം എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ആണല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, ആൻസർ എഴുതണം, ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടും. മാർക്ക് എത്രയെന്ന് അറിയുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അങ്ങനെ ഒരുപാട് ടെൻഷനുകൾ നിറഞ്ഞൊരു സമയമാണ് ഈ ഓണം എക്സാം എന്ന് പറയുന്നത്. ഇനി എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട. ഓണം എക്സാം എങ്ങനെ ഈസി ആയിട്ട് എഴുതി തീർക്കാം എന്നുള്ളതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓണം എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മന്തിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ നെക്സ്റ്റ് മന്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എക്സാമിൻ്റെ തലേന്നിരുന്ന് പഠിച്ചാൽ തീരുന്നതാണോ നമുക്ക് കാര്യങ്ങളൊക്കെ? ഒരിക്കലും അല്ല അല്ലേ. പ്രത്യേകിച്ച് മാത്സിന്റെ കേസ് പറയുവാണെങ്കിൽ മാത്സിൽ മക്കൾക്ക് 3 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത്. ഏതൊക്കെയാണ് ആ 3 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്? ഒന്ന് ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ, രണ്ടാമത് ആവറേജ് അല്ലെങ്കിൽ ശരാശരി, മൂന്നാമത് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ. ഈ 3 ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ആണ് മക്കൾക്ക് എക്സാമിനുള്ളത്. റെഡി? അപ്പോൾ ഈ 3 ചാപ്റ്റർ എന്ത് ചെയ്യണം? പഠിച്ച് സെറ്റാക്കി ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എക്സാമിന് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഇത് ഞങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് അല്ലേ, ഇതിനിപ്പോൾ എക്സാമിലേക്ക് എങ്ങനെയാണ് പഠിക്കണ്ടേ? അതിനുവേണ്ടി എൻ്റെ കുഞ്ഞുമക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഞങ്ങൾക്ക് ഓൾറെഡി ടൈം ടേബിൾ ഉണ്ട് മിസ്സേ, പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ടാവും. എക്സാമിന് പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഇനി ഒരു 30 ദിവസം ഉണ്ട് എക്സാമിന് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്റ്റുകളും ഒരുപാട് ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കാനുണ്ട് അല്ലേ. സയൻസിലായിക്കോട്ടെ, സോഷ്യലിലായിക്കോട്ടെ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്റ്റുകളും അതിലൊരുപാട് ചാപ്റ്റേഴ്സും എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പൊ ഡെയിലി ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു ചാപ്റ്റർ നമുക്ക് തീരുമോന്ന് അറിയില്ല. അപ്പൊ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ എക്സാമിലേക്ക് നമുക്ക് പഠിച്ചു തീർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തും. ഒരു 7 മണിക്ക് വീട്ടിലെത്തി എല്ലാ പരിപാടികളും കഴിഞ്ഞു പഠിക്കാനിരിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നാലും ഡെയിലി ഹോംവർക്ക് ഉണ്ടാവില്ലേ സ്കൂളിലേക്ക്? അതൊരു 8 മണിക്ക് തീർത്താലും 1 മണിക്കൂർ ഡെയിലി എക്സാമിന് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? മക്കൾ മാറ്റി നിർത്തുക. എക്സാമിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി 1 മണിക്കൂർ മക്കൾ എന്ത് ചെയ്യുക? മാറ്റി നിർത്തുക. ആ 1 മണിക്കൂറിൽ എന്താ മക്കൾ ചെയ്യണ്ടേ? നിങ്ങൾക്ക് കിട്ടാവുന്നത്ര ക്വസ്റ്റ്യൻസ്, ഇപ്പൊ മാത്സിന്റെ കേസ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ അങ്ങനെയോ ആ 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? മാത്സിനെ സംബന്ധിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് എല്ലാ ദിവസവും ചെയ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല? വേറെ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടി വരില്ല. ഇത് പക്ക ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പം ബാക്കിയുള്ള സബ്ജക്റ്റുകളോ? മാത്സിന് പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞ പോലെ സോഷ്യലൊക്കെ പഠിക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഒരു ചെറിയ ഷോർട്ട് നോട്ടാക്കി എഴുതാൻ പഠിക്കുക. കുഞ്ഞു കുഞ്ഞു നോട്ടുകളാക്കി എഴുതി വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിക്കോളും. റെഡി? ഇനി എൻ്റെ മകൾക്ക് ഉണ്ടാവുന്നൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് എന്ന് തുടങ്ങണം? എല്ലാ മക്കളും വിചാരിക്കുന്ന ഞാൻ ഇന്ന് മുതൽ നന്നായി, കുറച്ച് ഓക്കെ ഇന്നിനി വേണ്ട, നാളെ മുതൽ നന്നാവാം അല്ലേ. എല്ലായ്പ്പോഴും ചിന്തിക്കുന്നതാണ് ഇന്ന് വേണ്ട, ഇനി നാളെ നന്നാവാം, നാളെ. ഈ ലേറ്റർ എന്ന് പറയുക പ്രൊക്രാസ്റ്റിനേഷൻ എന്നാ പറയുക, അതായത് മാറ്റി വെക്കുക. ഒരിക്കലും അത് ചെയ്യരുത്. ഇന്ന് ഈ ഒരു നിമിഷമാണ് നമ്മുടെ സമയം. ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക? പോയി ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇന്ന് മുതൽ തന്നെ എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. അപ്പൊ അതിനുള്ള ഫുൾ സപ്പോർട്ടുമായിട്ട് നിങ്ങൾക്ക് സൈലം കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ലൈവ് ക്ലാസ്സുകളും പിന്നെന്താ ഇതിന്റെ കുറെ റെക്കോർഡഡ് വീഡിയോസ്, കണ്ടന്റുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ കണ്ടന്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് അതൊക്കെ ഫോളോ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഏറ്റവും ടെൻഷനോടെ നോക്കി കാണുന്ന ഓണം എക്സാം എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് നല്ല മാർക്കോടെ തന്നെ പാസ്സായി വരാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുമെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സോ എവ്രി വൺ ഹാപ്പി ബൈ എവ്രി വൺ.